ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ ഒരു വെജിറ്റബിൾ, വളരെയധികം ഫൈബർ അടങ്ങിയ ഒരു വെജിറ്റബിളായ നമ്മുടെ ബീട്രൂട്ടിനെ കുറിച്ച്, അതിനെ വിശദമായിട്ട് എന്തൊക്കെ ഗുണങ്ങളാണ് ഇത് കഴിക്കുന്നത് കൊണ്ട് ഉള്ളതെന്നും അതുപോലെ തന്നെ ചെറിയ ദോഷവശങ്ങൾ കൂടി ഉണ്ട്. ചില ആളുകൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്, അതും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഒന്നാമത്തെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു വെജിറ്റബിളാണ് ഈ ബീട്രൂട്ട്. രക്തസമ്മർദ്ദം കുറയ്ക്കും. ഈ ബീട്രൂട്ടിൽ അടങ്ങിയിരിക്കുന്ന നൈട്രേറ്റുകൾ നൈട്രിക് ഓക്സൈഡായി മാറുന്നത് രക്തക്കുഴലുകളെ വികസിപ്പിച്ച് രക്തയോട്ടം മെച്ചപ്പെടുത്തുന്നതിന് സഹായിക്കുന്നു. ഇനി രണ്ടാമതൊരു ഗുണം എന്ന് പറഞ്ഞാൽ ദഹനം മെച്ചപ്പെടുത്തുന്നു. അതായത് ഫൈബർ ഇതിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഫൈബർ ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ദഹന പ്രശ്നങ്ങളൊക്കെ മാറാനും എല്ലാത്തിനും നല്ലതാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്ക് മോഷൻ പോകുന്നതിനുള്ള ഒരു ബുദ്ധിമുട്ടും എല്ലാത്തിനൊക്കെ കുട്ടികൾക്കൊക്കെ വളരെ നല്ലതാണ് ഇത് കഴിക്കുന്നത്. മടിയാണെങ്കിലും കുറച്ച് അവരുടെ ഭക്ഷണത്തിൽ ഇത് എങ്ങനെയെങ്കിലും ഉൾപ്പെടുത്തുക, അത് വളരെ നന്നായിരിക്കും. പിന്നെ കരളിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുന്ന നമ്മുടെ ബീട്രൂട്ട്, കരളിൻ്റെ ആരോഗ്യം, കരളിലെ വിഷാംശം നീക്കം ചെയ്യാനും കരളിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാനും ഒക്കെ ഈ ബീട്രൂട്ട് സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് കഴിക്കുക ഫ്രണ്ട്സ്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, അത് ഞാൻ പറയാം. പിന്നെ ഇനി അടുത്തൊരു ഗുണം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കൊക്കെ, എല്ലാവർക്കും അതെ, എന്നാലും പ്രത്യേകിച്ച് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ബീട്രൂട്ട് കൊടുക്കുന്നത് കൊണ്ടുള്ളൊരു ഗുണം എന്ന് പറഞ്ഞാൽ ഇത് തലച്ചോറിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്ന ഒരു വെജിറ്റബിളാണ്. തലച്ചോറിലെ രക്തയോട്ടം വർദ്ധിപ്പിക്കുകയും സ്വാഭാവികമായിട്ട് ഓർമ്മശക്തി വർദ്ധിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ ബീട്രൂട്ട്. അതുകൊണ്ട് കുട്ടികൾക്ക് അവർക്ക് ഇഷ്ടമല്ലെങ്കിലും കൂടി നിർബന്ധിച്ച് ഒരാഴ്ചയിൽ 3 ദിവസമെങ്കിലും നമ്മുടെ ഭക്ഷണത്തിൽ ഇത് ഉൾപ്പെടുത്താൻ ശ്രമിക്കണം. തലച്ചോറിൻ്റെ പ്രവർത്തനമൊക്കെ, രക്തയോട്ടമൊക്കെ വർദ്ധിപ്പിച്ച് അത് മെച്ചപ്പെടുത്തുന്നതിന് സഹായിക്കും. പിന്നെ നമുക്ക് നല്ല ഒരു ഊർജ്ജം നൽകുന്ന ഒരു വെജിറ്റബിളാണ്. നല്ല ഒരു ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ രക്തയോട്ടമൊക്കെ നല്ല ഇതായിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ഊർജ്ജം പ്രവർത്തിക്കാനായിട്ട് നല്ലൊരു ഊർജ്ജം നൽകുന്ന ഒരു വെജിറ്റബിളാണ്. വിളർച്ച തടയും. അപ്പോൾ ഇരുമ്പൊക്കെ ആവശ്യത്തിന് അതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട്. ഇരുമ്പിൻ്റെ ധാരാളം അടങ്ങിയിട്ടുണ്ട് നമ്മുടെ ബീട്രൂട്ടിൽ. അതുകൊണ്ട് തന്നെ വിളർച്ച തടയും. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇനി ഇതിൻ്റെ എന്താണ് പറയുക, അതിൽ ശ്രദ്ധിക്കേണ്ടത്, ചില ആളുകൾ ഈ ബീട്രൂട്ട് ഓവറായിട്ട് കഴിക്കാൻ പാടില്ല. അത് ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രം കഴിക്കാം. ഒരു 3 ടൈപ്പ് കാര്യമാണ്, അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഇപ്പോൾ ബീട്രൂട്ടിൽ ധാരാളം ഓക്സലേറ്റ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വൃക്കയിൽ കല്ലുള്ളവർ അത് വളരെയധികം കുറച്ച് കഴിക്കുന്നതാണ് നല്ലത്. വൃക്കയിൽ കല്ലുള്ളവർ കുറച്ച് കഴിക്കുക, ഓക്സലേറ്റ് ഉള്ളതുണ്ട്. പിന്നെ അലർജി ഉള്ളവർ, എന്തെങ്കിലും അലർജി പ്രത്യേകിച്ച് വെറും വയറ്റിലൊക്കെ കഴിക്കുമ്പോൾ അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അലർജി ഉള്ളവർ കേട്ടോ. ചിലർക്ക് മുഖത്ത് വീക്കം ഉണ്ടാകും, ശ്വാസതടസ്സമൊക്കെ ഉണ്ടാവാനായിട്ടൊക്കെ സാധ്യതയുണ്ട്. അത് അലർജി ഉള്ളവരൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഏതൊരു കാര്യത്തിലാണെങ്കിലും ഡോക്ടർ പറയുന്ന പോലെ ചെയ്യണതാണ് നല്ലത്. അത് അങ്ങനെ ചെയ്യുക. പിന്നെ കരളിന് ആരോഗ്യ പ്രശ്നമുള്ളവർ ഡോക്ടറുടെ ഉപദേശം തേടിയ ശേഷം മാത്രമേ കഴിക്കാവുള്ളൂ, കരളിനൊക്കെ എന്തെങ്കിലും ഇതുള്ളവർ. അപ്പോൾ പൊതുവിൽ പറഞ്ഞാൽ ഒരുപാട് പോഷക ഗുണമുള്ള ഏതൊരു കാര്യത്തിലാണെങ്കിലും ഗുണവും ദോഷവും ഉണ്ടെന്ന് പറഞ്ഞ പോലെ ഒരുപാട് എന്താ പറയുക, ഒരുപാട് നമുക്ക് ഹെൽത്ത് ഒരുപാട് നൽകുന്ന ഒരു വെജിറ്റബിളാണ് നമ്മുടെ ബീട്രൂട്ട്. കുട്ടികൾക്കൊക്കെ കൊടുക്കുക ഫ്രണ്ട്സ്. താങ്ക് യു ഫോർ വാച്ചിങ്.